ഹലോ ഗൈസ്, ഇന്ന് ഞാൻ എന്താ ഉള്ളിയൊക്കെ ആയിട്ട് ഇതാണെന്ന് പെയിൻറ്റും പിന്നെ ബ്രഷ് കേൾക്കാം. ഇതാന്ന് വെച്ചാൽ എൻ്റെ ഒരു ബുക്കിലൊരു സാധനം അതിനാണ് ചെയ്യാൻ പോകുക. അപ്പോൾ നമുക്കത് കാണാം. ഇതാണ് സാധനം. ഉള്ളി വെച്ച് നടുക്ക് മുറിച്ചിട്ട് പെയിൻ്റ് അടിച്ചതാ. ഇതിൻ്റെ രണ്ടിൻ്റെ നടക്കും ഉള്ളി നടുക്കിൽ മുറിച്ച് പെയിൻ്റ് അടിച്ചത്. ഇതിൽ പിങ്ക് പെയിൻ്റ് വേണ്ട, പക്ഷേ ഞാൻ ബ്ലൂ ആണ് ഇഷ്ടമുള്ളത്. പിന്നെ ഇതേപോലത്തെ മറ്റേ വെളുത്തുള്ളിയോ എന്തോ പോലത്തെ സാധനമുണ്ട്, അത് ഇവിടെ കുത്തണം. പിന്നെ ഇവിടെ നമ്മളുടെ പെയിൻറ്റ് സാധാ കളറ് ബ്രഷ് പെൻ പറ്റില്ല, കാരണം അപ്പുറത്തെ പേജിലാണ്. നമുക്ക് ചെയ്യാം. ആദ്യം നമ്മളിതാ ഈ ഉള്ളിയുടെ ഇവിടെ പെയിൻ്റ് അടിക്കും. സ്റ്റാൻഡ് ഒന്നുമില്ല, ഇതിൻ്റെയോ പെട്ടിയുടെ മുകളിലാണ് വെച്ചത്. ഇവിടെ നമുക്ക് ആദ്യം ഇവിടെ പെയിൻ്റ് അടിക്കാം. പെയിൻറ്റ് നമുക്ക് പെയിൻറ്റ് തുറന്നിട്ടുണ്ട്. നമുക്ക് പെയിൻറ്റ് ഇവിടെ നിർത്തരും പെയിൻ്റ് അടിക്കുകയാണ്. നമ്മളിപ്പോൾ പെയിൻ്റ് അടിച്ചിട്ട് കാണാം. ഇവിടെ പെയിൻറ്റ് പകുതി വരെ അടിച്ചിട്ട് ഇച്ചിരി പെയിൻറ്റ് നമുക്ക് നല്ലോണം കട്ടയ്ക്ക് മിക്സ് പെയിൻറ്റിൽ ബ്രഷ് ഞാൻ കൈ ഒന്ന് കഴിക്കട്ടെ. ഞാനിത് ഇവിടെ കുത്തിയിട്ട് ചെറുതാക്കി നമുക്കൊന്ന് കുത്തി വെക്കാം. ഞാൻ അടിച്ചപ്പോൾ ഇവിടേക്ക് പെയിൻ്റായി. ഞാൻ ഇവിടെ ഗ്രീൻ അടിച്ചിട്ട് അത് മുക്കിയിട്ട് വന്നെ അതിൻ്റെ പോലെ. പിന്നെ ഇതെങ്കിലും സക്സസ് ആവും നമുക്ക് നോക്കാം. ഞാൻ ആ വെണ്ടയ്ക്ക മുറിച്ചിട്ട് കാണിക്കാം. ഗൈസ്, ഞാനിങ്ങനെ ഒരു പീസ് വെണ്ടയ്ക്കായിട്ട് ഇതിൽ പെയിൻ്റ് അടിച്ചിട്ട് ഇവിടെ ചെയ്യാം. ബ്ലൂ ആക്കിയിട്ടുണ്ട്, ഫുള്ളാക്കിയിട്ട്. ഗൈസ്, എല്ലാം കഴിഞ്ഞു. ഒരു മേന പോലും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. ആരതി എവിടെ ചോദിക്കുന്നത്? ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യണം. ഇത്രയുള്ള വീഡിയോ. ബൈ.